ഹൊർമുസ് കടലിടുക്കിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് 2 കപ്പലുകളെയാണ് പൊക്കിയിരിക്കുന്നത്. ഈ 2 കപ്പലുകളിലുമായി 10 ലക്ഷം ലിറ്റർ ഡീസൽ ആയിരുന്നു കടത്തിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ഇറാന്റെ സൈന്യം പിടികൂടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കപ്പൽ പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇത് അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമാണ് എന്ന് ധരിക്കരുത്. ഈ എണ്ണകൾ ചോർത്തിക്കൊണ്ടു പോകുന്നത് ഇറാനിൽ നിന്ന് തന്നെയാണ്. ഇറാനിൽ എണ്ണയ്ക്ക് വളരെ വില കുറവാണ്. അവിടെ അമേരിക്ക വരുത്തിവെച്ച ഉപരോധം അതിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ നാട്ടുകാർക്ക് വേണ്ടി ഇറാൻ സബ്സിഡിയായി നൽകുന്ന എണ്ണകളുണ്ട്. ഈ എണ്ണയെല്ലാം പമ്പുകളിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് ശേഖരിച്ച് അത് കപ്പൽ വഴി കടത്തി വഴിയിൽ വെച്ച് മറ്റൊരു വിഭാഗത്തിന് വിൽക്കുന്ന, കൂടുതൽ വിലയിൽ വിൽക്കുന്ന ചില കള്ളക്കടത്തുകളാണ് ഇവിടെ സാധാരണയായി ഉണ്ടാകാറുള്ളത്. ഇതാണ് ഇടയ്ക്കെല്ലാം എണ്ണക്കപ്പലുകൾ ഇറാൻ പിടികൂടിയെന്ന് സാധാരണ പറയാറുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കപ്പലുകളല്ല. ചില സമയങ്ങളിലൊക്കെ ബ്രിട്ടന്റെ, അതുപോലെ തന്നെ ലൈബീരിയ തുടങ്ങിയ പതാകകൾ ഉള്ള ഔദ്യോഗികമായ കപ്പലുകൾ ചില പ്രശ്നങ്ങളുള്ള ഘട്ടത്തിൽ ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡും അതുപോലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇവയെല്ലാം പിടികൂടിയിട്ടുണ്ട്. അത് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. അതേസമയം ഇടയ്ക്കിടെ നമ്മൾ ഇറാൻ കപ്പൽ പിടികൂടി, എണ്ണക്കപ്പൽ പിടികൂടി എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ കടലിൽ ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിന്റെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രവുമായി ഉണ്ടായ ഒരു ഭിന്നതയുടെയോ ഭാഗമാണ് എന്ന് മനസ്സിലാക്കരുത്. എന്നാൽ ഇതിലൂടെ ഇറാന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സബ്സിഡിയായി നൽകുന്ന എണ്ണ അവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നൽകുന്നതാണ്. രാഷ്ട്രത്തിന് പുറത്ത് ആ വിലയല്ല ഉള്ളത്. എന്നാൽ അതെല്ലാം ശേഖരിച്ച് പുറമെ കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് ഇറാന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഇറാൻ ഇടയ്ക്കിടെ നടത്തുന്നത്. അതിൽ പല കപ്പലുകളും ഇതുപോലുള്ളത് പിടികൂടാറുണ്ട്. ഇന്ന് 2 കപ്പലുകൾ പിടികൂടുകയും അതിലുണ്ടായിരുന്ന വിദേശികളായ 15 കപ്പൽ ജീവനക്കാരെ ഇറാൻ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്.